സീരിയൽ വഴി കണ്ടിട്ടുണ്ടാവും, പലരും എന്നോട് സംസാരിക്കുകയും ചെയ്തു. അപ്പം ആ സീരിയൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഷൂട്ടിന് പോകണം, വൈകിട്ട് ഞാൻ വരുമ്പോൾ തന്നെ 10 മണി കഴിയും. അപ്പം എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുന്നുമില്ല എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറ്റുന്ന പോലെ രാവിലെ എണീറ്റുള്ള പ്രാർത്ഥന മുടക്കിയില്ല, വൈകിട്ടുള്ള പ്രാർത്ഥന മുടക്കിയില്ല. വരുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവിടെ ഷൂട്ട് ലേറ്റ് നൈറ്റാണ്, 2 o'clock വരെ പോകുമെങ്കിൽ ഞാൻ അവിടെ വെച്ച് എങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ആ പ്രാർത്ഥന ഒരു 3 മാസം ഞാൻ ചെയ്യും. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് എനിക്കുണ്ടായിരുന്ന മാതാവിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു, മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, നടക്കും, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ പ്രാർത്ഥന ഞാൻ നടത്തിയതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ നിന്ന് ആരോ പറഞ്ഞു കേട്ടു, നമ്മൾ കാര്യത്തിന് ആഗ്രഹിക്കുന്ന സമയവും കൂടെ വെച്ച് പ്രാർത്ഥിക്കുക. ഇന്ന സമയത്തിനകത്ത് എനിക്ക് ആ കാര്യം സാധിച്ച് തരണം എന്നും കൂടെ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കേട്ടിട്ടാണ് പോയത്. അപ്പം ഞാനൊരു സമയം വെച്ചു, സെപ്റ്റംബറിനകത്ത് എനിക്ക് എൻ്റെ ആങ്ങളുടെ കല്യാണം നടക്കണം, 2018 സെപ്റ്റംബർ അകത്ത് ഈ കല്യാണം നടക്കണമെന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് ഊഹിക്കാൻ 2018 സെപ്റ്റംബർ എന്ന് പറയുന്നത് എങ്ങനെയുള്ള വർഷമായിരുന്നു എന്ന്. കാരണം കോവിഡ് വന്ന് ഈ 2018 വർഷത്തിലാണ് എല്ലാവരും ലോക്ക്ഡൗണിലായി, വീട്ടിൽ ഒരു ജോലിയും ഇല്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്നത്. അപ്പോൾ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, ഒരു വിവാഹാലോചനകൾ മര്യാദയ്ക്ക് നടക്കുന്നില്ല, കല്യാണങ്ങൾ മര്യാദയ്ക്ക് നടക്കുന്നില്ല. ഈ സമയത്താണ് ഞാൻ ഇതിന് മുന്നേ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ് ഇവിടെ ഉടമ്പടി എടുത്ത്. 2018 സെപ്റ്റംബറിനകത്ത് ഇവിടെ എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം നടത്തി തരണം.